കേതൽ ജെയിൻസൺ രാജ എന്ന പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും മോത്തി, ഏറ്റവും പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുന്നു. കേതൽ ജെയിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം കഠിന തടവും 12 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് ഈ പ്രതിക്ക് ശിക്ഷാ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കാണാൻ കോടതി വിസമ്മതിച്ചിരിക്കുന്നു. പ്രതി കേതൽ ജെയിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം കഠിന തടവാണ് ഈ 4 കൊലപാതകങ്ങൾക്കും കൂടി കോടതി വിധിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ കേസുകളിലാണ്? അപ്പോൾ 4 കൊലപാതകങ്ങളാണ് പ്രതി നടത്തിയത്. അതിൽ കൊലക്കുറ്റം 302 തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയിരുന്നു. അതിനൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, വീടിന് തീയിടൽ, ഒപ്പം മാരകായുധം ഉപയോഗിക്കൽ, ഇങ്ങനെ 4 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ തെളിഞ്ഞത്. ഈ 4 കുറ്റങ്ങളിലും പ്രത്യേകം ശിക്ഷയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി ഉത്തരവ് വരുമ്പോഴാണ് അറിയാനുള്ളത്. ഈ 12 ലക്ഷം പിഴ എന്ന് പറയുന്നത് അത് ഏതൊക്കെ കേസുകളിലാണ് എന്നുള്ളതും അറിയാനുണ്ട്. ഏതായാലും 4 കൊലപാതകങ്ങൾ, സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവായ വൃദ്ധയെയും കൊലപ്പെടുത്തിയ കേതൽ ജെയിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം കഠിന തടവാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ആ വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കേസാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഭീതിയോടെ കേട്ട ഒരു കേസാണ്. അതിൽ നമുക്കറിയാം, വഞ്ചൂർ കോടതിയിൽ നിന്ന് 1:15 വിധി പറയും എന്ന വാർത്ത വന്ന ശേഷം ആകാംക്ഷയോടെയാണ് കോടതിയിലേക്ക് കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ വിധി. പ്രതിയായ കേതൽ ജെയിൻസൺ രാജ മാത്രമാണ് ഈ കേസിൽ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു.